ശബരിമലയിൽ ഇന്ന് രാത്രി 9 മണിവരെ 70,000 തീർത്ഥാടകരെത്തി. സീസണിൽ കൂടുതൽ ഭക്തരെത്തിയത് ഇന്നലെയാണ്. 86,000 തീർത്ഥാടകർ ഇന്നലെ മലചവിട്ടിയിട്ടുണ്ട്. തുടർച്ചയായി രണ്ടാം ദിവസം സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, എന്താണ് സന്നിധാനത്ത് നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? തിരക്കെങ്ങനെയുണ്ട് ഇന്നത്തെ ദിനം പൊതുവായി നോക്കും? റിജിത്ത്, കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായി ഇന്നും ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് 9 മണിവരെ ശബരിമലയിൽ 70,000 തീർത്ഥാടകർ ദർശനം നടത്തിയെന്നതാണ് ഈ പോലീസിന്റെ തന്നെ ഓൺലൈൻ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, തുടർച്ചയായി രണ്ടാം ദിവസവും സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിലവിൽ 70,000 തീർത്ഥാടകർ ഇതിനോടകം ദർശനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തീർത്ഥാടകർക്ക് ദർശന സമയമുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം 86,000 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇന്നും 80,000-ഓളം തീർത്ഥാടകർ ഈ ഒരു ദിവസം ദർശനം നടത്തുമെന്നതാണ് ഈ തിരക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വലിയ തിരക്ക് ശബരിമലയിൽ ഉണ്ടെങ്കിൽ കൂടിയും കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി തന്നെ മണിക്കൂറുകൾ ക്യൂ നിൽക്കാതെ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കാൻ പോലീസിനും ദേവസ്വം ബോർഡിനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഭാഗത്തുനിന്ന് വലിയ പരാതികളൊന്നും തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഉണ്ടാകുന്നില്ല. ഇന്നലെയായിരുന്നു ഈ സീസൺ തുടങ്ങി ഏറ്റവും കൂടുതൽ തിരക്ക് ഉണ്ടായ ദിവസം. സമാനമായ രീതിയിൽ ഇന്നും തിരക്കുണ്ട്. നാളെ അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളെയും വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. കൂടുതൽ തീർത്ഥാടകർ, മലയാളി തീർത്ഥാടകരും ഒപ്പം ഇതര സംസ്ഥാനത്തു നിന്നുള്ള കൂടുതൽ തീർത്ഥാടകരും ശബരിമലയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ശബരിമലയിലുള്ളത്. പക്ഷേ തീർത്ഥാടക തിരക്ക് വർദ്ധിച്ചാലും കൃത്യമായ ക്രമീകരണത്തോടുകൂടി തന്നെ ഈ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ദർശന രീതിയാണ്, അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ നിലവിൽ പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിരിക്കുന്ന കാര്യം. ഒപ്പം ഈ സ്പോട്ട് ബുക്കിംഗ് 10,000 കടന്നാലും എത്തുന്ന ഓരോ തീർത്ഥാടകർക്കും ദർശനം നടത്താനുള്ള ഒരു സൗകര്യം നിലവിൽ ശബരിമലയിലും വിവിധ ഇടത്താവളങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 3 ഇടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എരുമേലിയിലും പമ്പയിലുമാണ് 2 ഇടങ്ങൾ. മറ്റൊന്ന് ഈ സത്രം വഴി വരുന്ന തീർത്ഥാടകർക്ക് വണ്ടിപ്പെരിയാറിലും സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഒരു 10ാം ദിവസത്തിലെ ദിനങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ശബരിമല സന്നിധാനത്ത് നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീജിത്ത്, ശരി, സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ക്രമീകരണങ്ങൾ കൃത്യമായി നടക്കുന്നു. യാതൊരു പരാതിയുമില്ലാതെ, വലിയ രീതിയിലുള്ള പരാതികളൊന്നുമില്ലാതെ തന്നെ എല്ലാ ഭക്തർക്കും സുഗമമായി ദർശനം ഒരുക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് സന്നിധാനത്ത് നിന്ന്.